السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إن أولياءه إلا المتقون. صدق الله العلي العظيم. മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മുഫർ മുഹിയുദ്ദീൻ കവലിൽ യഗല്ലാം കാലം അസ്റായിൽ മൗത്ത് വാങ്ങുന്നാളിൽ കരുത്തർ മുഹിയുദ്ദീൻ കവലിൽ യഗല്ലാം. ബഹുമാനാദരവുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, പരിശുദ്ധവും പരിപാവനവുമായ ഔലിയാക്കളിൽ പ്രമുഖനും ഒരുപാട് കറാമത്തുകളെ കൊണ്ടറിയപ്പെട്ടവരുമായ മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പരിശുദ്ധമായ അനുസ്മരണീയ മാസത്തിലാണ്, റബീഉൽ ആഖിറിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആദരിക്കാനും ബഹുമാനിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഗൗസുൽ ആലമിനെ കുറിച്ച് ഈ പരിശുദ്ധമായ മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഏതാനും ചർച്ച ചില സന്ദേശങ്ങളിലായിട്ട് നൽകണം എന്നാഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെയും അവിടുത്തെ മശായിഖന്മാരുടെയും മുരീദുമാരുടെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് ഈ ഉദ്ദേശിച്ച കർമ്മം നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന്റെ ശ്രേഷ്ഠമാറിയ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഹാന്മാരായ സയ്യിദന്മാർ അവരുടെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പിതാവ് ഹസ്രത്ത് അബൂ സാലിഹ് മൂസ ഖുദ്ദിസ സിർറു മഹാനവറുകളും അവിടുത്തെ മാതാവ് അബുൽ ഖൈർ ഫാത്തിമ ബിൻത് അബ്ദില്ലാഹി എന്ന മഹദിയുമാണ്. പിതാവും മാതാവും ഉന്നതന്മാരായ സ്വാലിഹീങ്ങളും ആ കാലഘട്ടത്തിലെ ഔലിയാക്കളിൽ പ്രമുഖരുമായ ആളുകളായിരുന്നു. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നതിൽ എല്ലാ പ്രതിസന്ധികളെയും തട്ടിമാറ്റാൻ സാധ്യമായിരുന്ന ആളുകളായിരുന്നു ആ മഹദി മഹാന്മാർ. ബഹുമാനപ്പെട്ട പിതാവ് ഹസ്രത്ത് അബൂ സാലിഹ് മൂസ മഹാനവറുകൾ ഒരിക്കൽ പുഴക്കരികിൽ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുഴയുടെ വക്കിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂ സാലിഹ് എന്നവര് ഇടയിൽ വെച്ച് പുഴയിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ഒരു പഴം ഒഴുകി വരുന്നതായിട്ട് കാണുന്നു. ആ പഴം അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ കൂടെ ഒഴുകിപ്പോയപ്പോൾ, ഒഴുകി അടുത്തപ്പോൾ ആ അടുത്ത പഴം അദ്ദേഹം പിടിക്കുകയും വളരെ തിന്നാൻ കൊള്ളുന്ന വസ്തുവായതുകൊണ്ട് അത് ഭക്ഷിക്കുകയും ചെയ്തു. അത്തിപ്പഴമായിരുന്നു. അത്തിപ്പഴം ഭക്ഷിച്ച ഉടനെ താൻ ചെയ്ത ധർമ്മവിരുദ്ധമായ പ്രവർത്തനത്തെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുകയാണ്. അന്യന്റെ അത്യപ്പഴം വില കൊടുക്കാതെ എടുത്തതിന് ഇസ്ലാം മതവിശ്വാസിയായ തനിക്ക് ചേർന്നതല്ലോ, ഇത് വലിയ ശിക്ഷയുടെ കാരണമാണല്ലോ, അനീതിയാണല്ലോ ഞാൻ ചെയ്തത് എന്നോർത്തുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടാവണമെന്നുള്ള പരിശുദ്ധമായ ആഗ്രഹത്തോടുകൂടെ, നല്ല ആഗ്രഹത്തോടുകൂടെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ആ ഭക്തൻ, ബഹുമാനപ്പെട്ട അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ അത്തിപ്പഴം ഒഴുകി വരാൻ സാധ്യതയുള്ള ഭാഗത്തിൽ കൂടെ നടന്നു പോകുകയാണ്. പോകുന്ന വഴിക്കൊന്നും അദ്ദേഹം അത്തിപ്പഴം കാണുന്നില്ല. കുറെ അകലെ എത്തിയപ്പോൾ ഒരു പ്രത്യേകമായ തോട്ടം, ആ തോട്ടത്തിൽ നിന്ന് ഒരു മരം, ഒരു അത്തിപ്പഴത്തിന്റെ മരത്തിന്റെ ഒരു കൊമ്പ് പുഴയിലേക്ക് നീണ്ടു നിൽക്കുന്നതായി കാണുകയാണ്.
ഞാൻ തിന്ന പഴം ആ കൊമ്പിൽ നിന്ന് പുഴയിൽ വീണതായിരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് ആ പുഴയുടെ ഉടമയുടെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം ആ തോട്ടത്തിന്റെ ഉടമസ്ഥനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയും ഞാൻ തിന്നുപോയ അത്തിപ്പഴത്തിന്റെ വില നൽകുവാൻ വന്നതാണെന്ന് പറയുകയും ചെയ്തു. തോട്ടത്തിന്റെ ഉടമസ്ഥൻ നസ്രത്ത് അബ്ദുല്ലാ സ്വമായി എന്ന് പറയുന്ന പ്രഗത്ഭനായ മഹാനായിരുന്നു. അതിബുദ്ധിമാനും ഭക്തനുമായിരുന്ന അദ്ദേഹം ആഗതനോട് പറഞ്ഞു, ആ അത്തിപ്പഴം വളരെ വില പിടിച്ചതാണ്. നിങ്ങളുടെ പക്കൽ എന്താണുള്ളത്? അതിന് മറുപടിയായിട്ട് എനിക്ക് തരാൻ, അതിന് പ്രതിഫലമായിട്ട് എനിക്ക് തരാൻ. ഹസ്രത്ത് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പക്കൽ പണമൊന്നുമില്ല. ഞാൻ ഈ തോട്ടത്തിൽ ജോലി ചെയ്തു കൊള്ളാം. എനിക്കുള്ള വേതനം ആ പഴത്തിന്റെ വിലയിൽ വകവരുത്തിയാൽ മതി. ആ പഴത്തിന് താങ്കൾ കണക്കാക്കുന്ന വില പൂർത്തിയാകുന്നത് വരെ ഞാൻ ഈ തോട്ടത്തിൽ ജോലി ചെയ്തു കൊള്ളാം. തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആ വ്യവസ്ഥ അംഗീകരിച്ചു. അങ്ങനെ ഹസ്രത്ത് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു പല വർഷങ്ങൾ ആ തോട്ടത്തിൽ ജോലി ചെയ്തു. അവസാനം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് വിമുക്തമാക്കുവാൻ തോട്ടത്തിന്റെ ഉടമസ്ഥൻ തീരുമാനിച്ചു. അദ്ദേഹം ഹസ്രത്ത് അബൂ സാലിഹിനോട് പറഞ്ഞു, അത്തിപ്പഴത്തിന്റെ വിലയേക്കാൾ കൂടുതൽ സംഖ്യക്കു താങ്കൾ ജോലി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വെറും കൈയോടെ താങ്കൾ വീട്ടിലേക്ക് തിരിച്ചു പോകരുതെന്ന് ഞാൻ കരുതുന്നു. താങ്കൾക്കൊരു സമ്മാനം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹസ്രത്ത് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുന്നു, താങ്കളിൽ നിന്ന് ഞാൻ ആത്മീയമായ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി. ആത്മീയമായി എനിക്ക് ഉയരാൻ സാധ്യമായിട്ടുണ്ട്. താങ്കൾ എനിക്ക് നൽകുന്ന ഈ സമ്മാനത്തിനേക്കാളും ഏറ്റവും വലിയതാണല്ലോ ആത്മീയമായ നിർദ്ദേശങ്ങൾ. ഹസ്രത്ത് അബ്ദുല്ലാ സ്വമായി ആ മറുപടി കൊണ്ട് തൃപ്തിപ്പെട്ടില്ല. തന്നിൽ നിന്ന് സമ്മാനം സ്വീകരിച്ചേ മതിയാകൂ എന്ന് തോട്ടത്തിന്റെ ഉടമ പറയുകയാണ്. അദ്ദേഹം ഹസ്രത്ത് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധിപ്പിച്ചു. അവസാനം ഹസ്രത്ത് അബൂ സാലിഹ് നിർബന്ധത്തിന് വഴങ്ങി താങ്കളുടെ ഇഷ്ടം പോലെയാവാം എന്ന് പറഞ്ഞു. അബ്ദുല്ലാ സ്വമായി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കൊരു മകളുണ്ട്. ആ മകൾ അന്ധയും ബധിരയും മൂകയും മുടന്തു ഉള്ളവളുമാണ്. അവളെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹസ്രത്ത് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. ഹസ്രത്ത് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. അങ്ങനെ അബ്ദുല്ലായുടെയും അബുൽ ഖൈർ ഫാത്തിമയുടെയും ഹസ്രത്ത് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള വിവാഹം നടക്കുകയാണ്. ഹസ്രത്ത് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. അങ്ങനെ അബ്ദുല്ലായുടെ മകളായ സയ്യിദന അബുൽ ഖൈർ ഫാത്തിമയും ഹസ്രത്ത് അബൂ സാലിഹും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്തു. തന്റെ പത്നിയെ നേരിൽ കണ്ടപ്പോൾ ഹസ്രത്ത് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു അമ്പരന്നു പോയി. ഹസ്രത്ത് അബ്ദുല്ലാ സ്വമായി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ കഴിയാത്ത മുടന്തുള്ള ഒരു പെണ്ണാണെന്നാണ്. ന്യൂനതകളൊന്നുമില്ലാത്ത അതിസുന്ദരിയായ ആ യുവതിയെയാണ് അദ്ദേഹത്തിന്റെ പത്നി പദം അലങ്കരിച്ചിരിക്കുന്നത്. അത്ഭുതത്തോട് കൂടെ നിൽക്കുന്ന മഹാനായ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യ പിതാവിനോട് അബ്ദുല്ലാ സുമായിയോട് പറഞ്ഞു, നിങ്ങൾ നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെയല്ലല്ലോ ഞാൻ കാണുന്നത്. മകനെ, എന്റെ മകൾ ഇന്നോളം അന്യ പുരുഷനെ കണ്ടിട്ടില്ല. അവൾ അന്ധയാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇസ്ലാമിക വിധിക്കെതിരെ ഒരക്ഷരം പോലും ഇന്നോളം അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവൾ മൂഖയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിക നീതിക്കെതിരായി യാതൊന്നും ശബ്ദം ഇന്നോളം അവൾ കേട്ടിട്ടില്ല. യാതൊരു ശബ്ദവും ഇന്നോളം അവൾ കേട്ടിട്ടില്ല. അവൾ ബദരിയാണെന്ന് പറഞ്ഞതിന്റെ പൊരുൾ അതാണ്. അധാർമികതയുടെ മാർഗത്തേക്ക് അവൾ അഭിമുഖീകരിച്ചിട്ടില്ല, നടന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ മകൾ മുടന്തയാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ മഹാനവറുകൾ അത്ഭുതത്തോടുകൂടെ ഈ സംഭവങ്ങളൊക്കെയും മനസ്സിലാക്കുകയാണ്.
അങ്ങനെ ആ രണ്ട് മഹദി മഹാന്മാരുടെ പ്രിയപ്പെട്ട മോനാണ് ബഹുമാനപ്പെട്ട ജിലാനി തങ്ങളവറുകൾ. ഉമ്മുൽ ഖൈർ എന്ന ഓമന പേരിലും ഉമ്മുൽ ജബ്ബാർ എന്ന സ്ഥാനപ്പേരിലും ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹായെ അറിയപ്പെടുന്നു. ആ ഭക്തദമ്പതികളുടെ പുത്രനായിട്ട് ഹസ്രത്ത് ശൈഖുനാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമദാനിലെ 1 ആ മഹാനവറുകൾ ജനിക്കുകയാണ്. ഹിജറ 491 റമദാൻ 1 ജനിക്കുകയും ഹിജറ 583 റബീഉൽ ആഖിർ 11 മഹാനവറുകൾ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നു. ഈ മഹാനായ ജിലാനി തങ്ങളവറുകൾ ഔലിയാക്കളിൽ പ്രമുഖനാണ്. ഒരുപാട് കറാമത്തുകളെ കൊണ്ട് അറിയപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ പവിത്രനാമം അദ്ദേഹത്തിന്റെ നാമം അബ്ദുൽ ഖാദിർ എന്നും മോമന പേര് അബൂ മുഹമ്മദ് എന്നുമാണ്. ഒരുപാട് സ്ഥാനപ്പേരുകളെ കൊണ്ട് മഹാനവറുകളെ അറിയപ്പെടുന്നുണ്ട്. മഹാനവറുകൾക്ക് ഗൗസുൽ ആലം എന്ന സ്ഥാനപ്പേരുണ്ട്. ഗൗസുൽ ആലം എന്ന സ്ഥാനപ്പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഗൗസുസ് സമദാനി, ഖുത്ബുർ റബ്ബാനി, ഇമാമുൽ ഫാരിഖീൻ, മഹ്ബൂബെ സുബ്ഹാനി തുടങ്ങിയ പരിശുദ്ധമായ സ്ഥാനപ്പേരുകൾ മഹാനവറുകൾക്കുണ്ട്. ആ മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ നാം പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറാവണം. അതിനുള്ള ഒരു നല്ല അവസരമായിട്ട് അല്ലാഹു തആല ഈ സംരംഭത്തെ എത്തിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടി കേൾക്കുന്നവർ പരമാവധി മറ്റു കൂട്ടുകാരിലേക്കെല്ലാം എത്തിച്ചു കൊടുത്തുകൊണ്ട് സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.